തിരുനെൽവേലി, നെല്ലൈ എന്ന് തമിഴ്നാട്ടുകാർ നെല്ലൈ എന്നൊക്കെ പറയുന്ന തിരുനെൽവേലി ജില്ലയിലാണ് അജിത്തിൻ്റെ ഒരു വലിയ കട്ടൗട്ട് തകർന്നു വീഴുന്ന ഒരു രംഗം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിരിക്കുന്നത്. ഇതിനു മുമ്പ് വിജയുടെ ഒരു കട്ടൗട്ട് 150 അടി ഉയരത്തിലുള്ളൊരു കട്ടൗട്ട്, 150 അടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു 15 നില കെട്ടിടത്തിൻ്റെയൊക്കെ ഹൈറ്റ്, അല്ലെങ്കിൽ 10 നിലയിൽ കൂടുതൽ. അപ്പോൾ നമ്മുടെ ഒരു റൂമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10 അടിയാണ് സാധാരണ വീട്ടിൻ്റെ. അപ്പോൾ 150 അടി, അപ്പോൾ ഇത് 200 അടി കട്ടൗട്ടാണ് കേട്ടോ. 200 അടി കട്ടൗട്ട് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ എത്രത്തോളം പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തുകൊണ്ടിരിക്കുന്നതെന്ന്. വിടാമൂർച്ച എന്നൊരു ബിലോ ആവറേജ് ഹിറ്റടിച്ച സിനിമയ്ക്ക് ശേഷം വരുന്ന അജിത്തിൻ്റെ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഗുഡ് ബാഡ് അഗ്ലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, ഗുഡ് ബാഡ് അഗ്ലി സംവിധാനം ചെയ്തിരിക്കുന്ന ആദിക് രവിചന്ദ്രൻ അജിത്തിൻ്റെ ഒരു വലിയ ഫാൻ ബോയാണ്. ആ ഫാൻ ബോയ് നിർമ്മിക്കുന്ന സിനിമ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ഫാൻസ് അജിത്തിനെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഉള്ള മേക്കിംഗ് ആണ് ആ സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഗെറ്റപ്പുകളിലൊക്കെ തന്നെ അജിത്ത് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ വൻ ഹൈപ്പ് തന്നെയാണ് ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ മൊത്തത്തിൽ ഉള്ളത്. തമിഴ്നാട്ടിൽ അറിയാം, എംജിആറിനെയും കടത്തി വെട്ടുന്ന ആരാധകർ ഉള്ള താരമാണ് അജിത്ത്. അതിൽ അതിശയോക്തിയൊന്നുമില്ല. അജിത്ത് ആരാധകർ വേണ്ട, അവരുടെ ഫാൻസിൻ്റെ അസോസിയേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിരിച്ചുവിട്ട ആളാണ്. നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്കൂ, ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ടെന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആരാധകരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു താരം. ആ താരത്തിൻ്റെ പേരിലാണ് 200 അടിയുടെ കട്ടൗട്ട് വിജയനെ മറികടക്കണം എന്ന് പറഞ്ഞിട്ട് 150 അടിക്ക് ബദലായിട്ട് 200 അടിയുടെ ഒരു കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കട്ടൗട്ടാണ് ഇപ്പോൾ തകർന്നു വീഴുന്ന രംഗം കണ്ടിട്ടുള്ളത്. ഇത് താഴെ നിൽക്കുന്ന ആളുകളൊക്കെ ഒഴിഞ്ഞു മാറിയത് കൊണ്ടും അല്ലെങ്കിൽ അവിടെ വലിയ വാഹനങ്ങളോ മറ്റും കാര്യങ്ങളൊന്നും താഴെ ഇല്ലാത്തതുകൊണ്ടും ഒക്കെ ക്രൗഡില്ലാത്ത സമയമായതുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. പണ്ട് അജിത്തിൻ്റെ വിജയുടെ കട്ടൗട്ട് വീണപ്പോൾ അതിൻ്റെ അടിയിലൊരു പോലീസ് ജീപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അതൊക്കെ നശിച്ചു പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് തന്നെ ആയാലും ഇതിന് അനുവാദം കൊടുത്ത ആളുകളായാലും ഇതിന് പെർമിഷൻ കൊടുത്ത തിയേറ്ററുകാരും ഇതിൻ്റെ ഫാൻസുകാരും ഒക്കെ തന്നെ കുടുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിട്ടയുമില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിക്കോഷൻസും എടുക്കാതെ നിർമ്മിച്ച ഈ കട്ടൗട്ട് അതിൻ്റെ ഉത്തരവാദികൾ ആരായാലും അവർ തൂങ്ങിത്തിരിയേണ്ട വരും. ഓക്കെ, നമുക്ക് കാണാം.